ഇടയ്ക്കൊക്കെ ഫുഡ് കഴിക്കാൻ പോകും പുറത്തുനിന്ന്. ചിലപ്പോൾ കൂട്ടുകാർക്കായിട്ടായിരിക്കും, ഫാമിലിയായിട്ടായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ ഒരു ഹോട്ടലിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാം നോക്കുന്ന കൂട്ടത്തിൽ ഈ പോസ്റ്ററൊക്കെ ഇരിപ്പുണ്ട്, ന്യൂസൊക്കെ ഇരിപ്പുണ്ട്, നോക്കുന്ന കൂട്ടത്തിൽ ഒരു പ്രായമുള്ള അപ്പൂപ്പനെ കണ്ടു സൈഡിലിരിക്കുന്നത്. പുള്ളിക്കാരൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി നല്ല പ്രായമുണ്ട്, അതാണ് ശ്രദ്ധിച്ചത് ഞാൻ. അപ്പോൾ അത് ആരും കൂട്ടത്തിൽ വന്നായിരിക്കും, പക്ഷെ ആരും കാണുന്നില്ല. ഒരു വടിയൊക്കെ ഉണ്ട്. എല്ലാം കഴിഞ്ഞ് ഞാൻ കഴിച്ചിറങ്ങിയ പുള്ളിക്കാരൻ പുറത്ത് വെപ്പുണ്ട്. ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്, കണ്ണൻ്റെ പാട്ട്, കൃഷ്ണ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പൈസ യാചിക്കുകയാണ് എല്ലാവരെയും. ആ പൈസയ്ക്കാണ് പുള്ളിക്കാരൻ ഫുഡ് കഴിക്കുന്നത്. ഞാൻ ഓർത്തു അതിലൊരു തെറ്റ് ഞാൻ കാണുന്നില്ല, കാരണം നമ്മളൊക്കെ ചെയ്യുന്നത് തന്നെയല്ലേ, ജോലി ചെയ്യുന്നത് ഭക്ഷണത്തിന് വേണ്ടിയാണ്. പുള്ളിക്കാരൻ്റെ സ്റ്റൈലായിരിക്കാം, ഈ പൈസ ഇട്ടിട്ട് പോയി കഴിക്കുന്നു, ആരുടെയും ഒരു ഇത് വേണ്ടെന്ന് ഓർത്തായിരിക്കാം ചിന്തിക്കുന്ന ഓർത്തും. പക്ഷേ പുള്ളിക്കാരൻ്റെ വേഷത്തിലേക്കൊരു വ്യത്യാസമാണ്. അങ്ങനെ നല്ല സ്വർണ്ണമാല, രുദ്രാക്ഷമാല കണ്ടു ഞാൻ. എനിക്ക് തോന്നി പുള്ളിക്കാരൻ ഒരു പാവപ്പെട്ട ആളെ തോന്നിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പിന്നെയും ആ ഹോട്ടലിൽ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ വരാറില്ലെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ഇടയ്ക്ക് വരാറുണ്ട്. ഓക്കെ. ഞാൻ ചോദിച്ചു പുള്ളിക്കാരനെ കണ്ടിട്ടൊരു പാവപ്പെട്ട ആൾ തോന്നില്ല എന്ന് പറഞ്ഞു. അല്ല, പുള്ളിക്കാരൻ നല്ലൊരു കുടുംബത്തെയായിരുന്നു പറഞ്ഞു. നല്ല വരുമാനമുള്ള ജോലിയൊക്കെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് പെൻഷനായി. പിന്നെ പറയാനാണെങ്കിലും മകന് നല്ല ജോലി ഉണ്ടായിരുന്നു, ഗവൺമെൻറ് ജോലി. മകൻ്റെ ഈ ഡ്രഗ്സിൻ്റെയൊക്കെ പറയാണെന്ന് ജോലി പോയി. അപ്പോൾ പുള്ളിക്കാരൻ ബാങ്കിലൊക്കെ ഈ അപ്പം ബാങ്കിലൊക്കെ ഡെപ്പോസിറ്റ് ഉണ്ട്, അതെല്ലാം മകന് വേണ്ടി മാറ്റി വെച്ചിരിക്കുക പുള്ളിക്കാരൻ. പുള്ളിക്കാരൻ്റെ സ്റ്റൈൽ ഇങ്ങനെയാണ്, ആരെയും കഷ്ടപ്പെടുത്താതെ ഈ പാട്ട് പാടി ഭക്ഷണം മേടിച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത് പറഞ്ഞു. ഞങ്ങളറിഞ്ഞത് ബാങ്കിലെ ഉദ്യോഗസ്ഥർ വന്നപ്പോഴാണ് ഈ അപ്പൂപ്പനെ കണ്ട് പറഞ്ഞു, അയ്യോ ഇയാളോട് വരികയാണ് അങ്ങനെയാണെന്ന് ചോദിച്ചു. പുള്ളിക്ക് ഇഷ്ടമായ ഡെപ്പോസിറ്റ് ബാങ്കിലുണ്ടെന്ന് പറഞ്ഞ്. ആരൊക്കെ എന്തായാലും പറഞ്ഞാലും സ്വന്തം മക്കൾക്കും വലുതായിരിക്കും, അല്ലെങ്കിൽ നമ്മളൊക്കെ ജീവിക്കുന്ന മക്കൾക്ക് വേണ്ടിയാണ്, അല്ലേ? ഇപ്പോൾ സമ്പാദ്യമെല്ലാം പുള്ളിക്കാരൻ മാറ്റി വെച്ചിരിക്കുന്ന മകന് വേണ്ടിയായിരിക്കാം. പുള്ളി കാലശേഷം ആയാലും മകന് നല്ലൊരു ജീവിതം കെട്ടിട്ട് പുറത്തായിരിക്കും മാറ്റി വയ്ക്കുന്നത്. മകന് തെറ്റുപറ്റിപ്പോയി, അതിൻ്റെ പേരിൽ മകനെ ഉപേക്ഷിക്കാൻ പറ്റിയല്ലോ. അതുകൊണ്ടായിരിക്കാം പുള്ളിക്കാരൻ ആ സമ്പാദ്യമൊന്നും തൊടാതെ ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഈ പ്രായത്തിൽ.